ഇപ്പോൾ മോഹൻലാലിന്റെ അഭിനന്ദനവുമായി സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും രംഗത്ത് വരുന്നുണ്ട്. മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിൽ അഭിനന്ദനവുമായി ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2023 നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ മോഹൻലാലിന് ലഭിച്ചതിൽ അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നാണ് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദനം അറിയിക്കുകയാണ്. സ്വാഭാവികവും സവിശേഷവുമായ അഭിനയ ശൈലി കൊണ്ട് 4.5 പതിറ്റാണ്ടിലധികം മലയാളികളെയും ലോകത്തെയും തന്നെയും വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. തലമുറകളെ പ്രചോദിപ്പിച്ച താരമാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുമ്പോൾ അത് ഓരോ മലയാളിക്കുമുള്ള അംഗീകാരമാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മോഹൻലാലിന് ആശംസകൾ നേർന്ന താരസംഘടന അമ്മ ഓരോ മലയാളികൾക്കും ലാലേട്ടന് അഭിമാനമാണ്. എല്ലാ കാലത്തും നടന വിസ്മയമായി അദ്ദേഹം തുടരണം. കീപ് ഗോയിങ് ലാലേട്ട എന്നും അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ 24 പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി വിനീത ബി ജി ഒരിക്കൽ കൂടി ചേരുകയാണ്. വിനീത, ഇപ്പോൾ ഈ പ്രമുഖരൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു സിനിമ നടൻ എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ആ കഴിവ്, അദ്ദേഹം 4.5 പതിറ്റാണ്ടിലധികമായി സിനിമയിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ അഭിമാനം, അത് നമ്മുടെ ഭാഷയ്ക്ക് ലഭിക്കുന്ന അഭിമാനം കൂടിയാണ്. അങ്ങനെ തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ആ അഭിനയ ശൈലിയെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതില്ലാതെ ഓരോ മലയാളിക്കും നമ്മുടെ ഭാഷ കടന്നുമൊക്കെ അത് സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ പുരസ്കാര നേട്ടത്തെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തെടുക്കാം വിനീത? തീർച്ചയായും പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആരാധകർ എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലെ ഏറ്റവും ചെറിയൊരു കുട്ടി മുതൽ ഏറ്റവും പ്രായമായ ഒരു വ്യക്തി വരെ അദ്ദേഹത്തിന്റെ ഒരു ആരാധകർ തന്നെയായിരിക്കും. ഇപ്പോഴും കുട്ടികൾ മുതൽ പ്രായമായവരെ അവരൊക്കെ അദ്ദേഹത്തെ ഇപ്പോഴും പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നാണ് അദ്ദേഹത്തെ ഇപ്പോഴും വിളിക്കുന്നത്. അങ്ങനെ മലയാളികളുടെ മനസ്സിൽ അവരുടെ ഒരു കുടുംബത്തിന്റെ ഒരു അംഗം എന്ന നിലയിലൊക്കെയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് ഈ പുരസ്കാരം വരുമ്പോൾ അത് ഓരോ മലയാളിക്കും വളരെയധികം അഭിമാനകരമാകുന്ന, വളരെയധികം സന്തോഷകരമാകുന്ന ഒരു നിമിഷം തന്നെയാണ്. 2019 രജനീകാന്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ അമിതാഭ് ബച്ചനും മിഥുൻ ചക്രവർത്തിക്കും ഈ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2004 അടൂർ ഗോപാലകൃഷ്ണനിലൂടെ ഈ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തി, കേരളത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴിതാ നടൻ മോഹൻലാലിലൂടെ ഒരിക്കൽ കൂടി ആ പുരസ്കാരം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ സൂചിപ്പിക്കാം. നമ്മളിലേക്ക് വരുമ്പോൾ ഇരട്ടി ആഘോഷം അല്ലെങ്കിൽ ഇരട്ടി സന്തോഷം എന്ന് കൂടി തന്നെ നമുക്ക് ആ മുഹൂർത്തത്തെ വിലയിരുത്താം. ഇപ്പോൾ നേരത്തെ പ്രവീണ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. അഭിനയ രംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിലേക്ക് ഈ പുരസ്കാരം എത്തുന്നത്. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം മോഹൻലാൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്നാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അതുല്യ കഴിവുകളും കഠിനാധ്വാനവും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം സൃഷ്ടിച്ചുവെന്നാണ് വിലയിരുത്തൽ. പ്രവിത. ശരി, വിനീത ബി ജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.